സ്ഥിരമായി പേരൻസുമായിട്ട് ഇടപെടുന്ന ചില വിഷയങ്ങൾ കോമണായിട്ട് കണ്ട ഒരു 3 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഇതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് പേരൻസ് ഒരു ഈഗോ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ പലപ്പോഴും മറ്റുള്ളവരോട് ഒരു അഭിപ്രായം ചോദിക്കാനോ കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാനോ ഒന്നും ശ്രമിക്കാറില്ല. അതിൻ്റെ എല്ലാ കുറവുകളും കുഞ്ഞുങ്ങളിലാണ് വരുന്നത്. പിന്നെ നമുക്കിച്ചിരി മെൻ്റൽ ഹെൽത്തും ഒക്കെ കുറവാണ്. നമ്മൾ കുറേ ഈഗോ ഉള്ള ആൾക്കാരാണെങ്കിൽ തീരെയും നമ്മൾ മാറാതെ ഇങ്ങനെ റിജിഡായിട്ട് നിൽക്കുകയും അതിൻ്റെ എല്ലാ ദോഷവും കുഞ്ഞുങ്ങളിൽ സംഭവിക്കുകയും ചെയ്യും. മാതാപിതാക്കളിൽ എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടെങ്കിൽ സംശയമില്ല ആ വൈകല്യങ്ങളൊക്കെ ഒരു തരത്തിലില്ലേ വേറൊരു തരത്തിൽ കുട്ടികളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒരുപാട് പേർക്ക് ഇത് പ്രയോജനം ചെയ്യും. നല്ലൊരു കമ്മ്യൂണിറ്റി ഈ ഒരു വീഡിയോയിലൂടെ ഉണ്ടാകുന്നുണ്ട്. അത് കൂടുതൽ ത്വരിതപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെയും കൂടെ സഹായം ആവശ്യമുണ്ട്. വാച്ച് ദിസ്. പല വീടുകളിലും മൂത്ത കുട്ടിയെപ്പറ്റി വലിയ കംപ്ലയിൻസ് ഉണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം, മൂത്ത കുട്ടി അപ്പൻ്റെയും അമ്മയുടെയും ഒരു എക്സ്പെരിമെൻ്റൽ ചൈൽഡാണ്. അപ്പനും അമ്മയ്ക്കും വലിയൊരു കഴിവൊന്നും ഇല്ലാത്ത സമയത്ത് ജനിച്ച കുട്ടിയായതുകൊണ്ട് തന്നെ ഈ മൂത്ത കുട്ടികളിൽ പലതരത്തിലുള്ള ചലഞ്ചസും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇച്ചിരി സെൻസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഇച്ചിരി ഇമോഷണൽ ആയിരിക്കും, അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ പേരൻറ്റിങ് വളരെ പോസിറ്റീവ് ആയില്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് ഒരു അമ്മയായിട്ട് ഡിസ്കസ് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും അവന് അത് മനസ്സിലാകുന്നില്ല. അതിനെന്താണ് ചെയ്യേണ്ടത്? പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ കുട്ടിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം നമ്മളുടെ ഒരു ലോജിക്കൽ ലെവലിലായിരിക്കത്തില്ല കുട്ടി നിൽക്കുന്നത്. ഒരു ഒരു റാഷണൽ ലെവലിലായിരിക്കത്തില്ല കുട്ടി നിൽക്കുന്നത്. അവനിലൊരു റാഷണാലിറ്റി കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അവൻ്റെ ഒരു അസ്വസ്ഥതയോ അല്ലെങ്കിൽ ഒരു അസുഖമോ ഒക്കെ ആയിട്ടൊരു സ്റ്റേജാണ്. അതിൽ നിന്ന് അവനെ ക്യൂർ ചെയ്ത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന അവന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് അഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം കുട്ടികൾ കൂടുതൽ ഫംബിൾ ചെയ്യുകയും കൂടുതൽ കുഴപ്പത്തിലാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആ ഒരു കുറവ് നികത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ പറയുന്ന കുട്ടിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷനിൽ തന്നെ എന്തോ തകരാറുണ്ട്. അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അവന് കിട്ടുന്ന ഒരു ഇമോഷണൽ ഫീലിങ്ങിൽ എന്തോ തകരാറുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്യാൻ ആദ്യം ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ വലിയ സൈക്കോളജിക്കൽ ഇഷ്യൂ, ഇമോഷണൽ ഇഷ്യൂ, ബിഹേവിയറൽ ഇഷ്യൂ അതൊന്നും അല്ല. അതൊക്കെ ഉണ്ടാവാം. പക്ഷെ അതിനൊക്കെ അപ്പുറം ആദ്യം അവനെ ഒന്ന് കംഫർട്ടബിൾ ആക്കുക. അതിന് വേണ്ട ഒരു ക്ഷമയും ജ്ഞാനവും ഒരു സാവകാശവും ഒക്കെ പല പേരൻസിനും ഇല്ല. പേരൻസ് വിചാരിക്കുന്നത് പോലെ പറയുന്നത് പോലെ ഉടനടി കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അവരാകെ കൂടെ അങ്ങ് അസ്വസ്ഥമാകുകയും അഗ്രസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് വലിയ കുഴപ്പം ചെയ്യും. പലപ്പോഴും ഉള്ളൊരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ ഇന്ന് സംസാരിച്ചൊരു പേരൻ്റ് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ അവനെ അടുത്ത കൊല്ലം ബോർഡിങ്ങിൽ വിടാൻ തീരുമാനിച്ചേക്കാണ്. ഈ ബോർഡിങ്ങിൽ വിട്ടാൽ പ്രശ്നം തീരുമോ? വീട്ടിലുള്ള ഒരു പ്രശ്നം മാറ്റാനല്ല നമ്മൾ ബോർഡിങ്ങിലൊക്കെ കൊണ്ടുവിടുന്നത്. പണ്ട് കാലത്ത് ബോർഡിംഗ് സ്കൂളിനൊക്കെ പ്രാധാന്യം ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നാട്ടിൻ പ്രദേശങ്ങളിലൊന്നും പോയി വരാൻ തക്കവണ്ണം നല്ല സ്കൂളുകളില്ലായിരുന്നപ്പോൾ പലരെയും ദൂരെയൊക്കെ ബോർഡിങ്ങിലൊക്കെ കുട്ടികളെ വിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വീട്ടിൽ നോക്കാൻ ആളില്ലാത്തവരാണ് ബോർഡിങ്ങിൽ വിട്ടിട്ടുള്ളത്. ഇതെന്താണ് സംഭവിക്കുന്നത്? മൂത്തൊരു കുട്ടിയാണ്, അവനെ പിടിച്ച് ബോർഡിങ്ങിൽ വിടുന്നു. അവൻ അവിടെ ഇരുന്ന് നോക്കുമ്പോൾ ഇളയ പിള്ളേരെല്ലാം വീട്ടിൽ സന്തോഷമായിട്ട് അമ്മയുടെ കൂടെ കളിച്ച് നടക്കുന്നു. എന്നെ മാത്രം കൊണ്ട് ബോർഡിങ്ങിലാക്കുന്നു. ഇതൊക്കെ കുട്ടിയെ കൂടുതൽ വലിയ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുകയും പിന്നീടത് സിബ്ലിംഗ് റൈവൽറി ആയിട്ട് മാറാനും പേരൻസിനോടുള്ള ബന്ധം കുറയാനും ഒക്കെ അത് കൂടുതൽ കാരണമാകും. അപ്പം ഈ പണം കൊണ്ടും ഒക്കെ വലിയ ധാർഷ്ട്യം കാണിക്കാനല്ല പേരൻസ് ശ്രമിക്കേണ്ടത്. നേരെ മറിച്ച് കുറച്ചുകൂടെ പേരൻസ് ഒന്ന് തോക്കാൻ തയ്യാറാകുക, ഒന്ന് താന്നിറങ്ങി വരിക, അറിയാത്ത കാര്യങ്ങൾ അറിവുള്ളവരോടൊന്ന് ചോദിക്കുക. ഒരു കുഞ്ഞിലൊരു അരക്ഷിതാവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ അത്തരം പ്രശ്നങ്ങളെ നമ്മൾ മാറ്റാനാണ് ശ്രമിക്കേണ്ടത്. പലയിടത്തും ഇത്തരം കേസുകളൊക്കെ പറയുന്നിടത്തെല്ലാം ഒരു കണ്ടീഷണൽ ലവ് ആണ്. പ്രത്യേകിച്ച് ഈ മൂത്ത കുട്ടിയെ ഭയങ്കരമായിട്ട് അങ്ങ് പഠിപ്പിച്ച് കളയാം, ഭയങ്കര റാങ്ക് വാങ്ങിച്ച് കളയാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ അമിതമായി അക്കാഡമിക്കലി പ്രഷർ ചെയ്യും. ചിലപ്പോൾ അതിനുള്ള കപ്പാസിറ്റി ആ കുട്ടിക്ക് കാണത്തില്ല. അത്തരം കുട്ടികളിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് വളരെ കൂടുതലാണ്. പെർഫോമൻസ് ഓറിയൻറ്റഡ് പാരൻറ്റിങ്, എല്ലാം പഠിത്തം, മാർക്ക്, ഗ്രേഡ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് കുട്ടിയോട് സംസാരിക്കുന്നത്. അല്ലാതെ ഒരു കാര്യവും കുട്ടിയോട് സംസാരിക്കാനില്ല. പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ പേരൻസ് അവരോടിരുന്ന് വളരെ ലൈറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അവരുടെ വിശേഷങ്ങളൊക്കെ കേൾക്കണം. ഇപ്പോൾ അവരുടെ താല്പര്യമുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ അവർക്ക് നമ്മളോട് സംസാരിക്കാനൊക്കെ വലിയ താല്പര്യമായിരിക്കും. നേരെ മറിച്ച് നമ്മുടെ ചില ആദികളും നമ്മുടെ ചില ടെൻഷൻസും എല്ലാം 24 മണിക്കൂറും കുട്ടികൾ കരിയറൊക്കെ വലുതാ അതാണ് കൊച്ചു കുട്ടികളോട് വരെ കരിയർ ഗൈഡൻസൊക്കെയാണ് പേരൻസൊക്കെ നടത്തുന്നത്. ഇതൊരു പ്രാന്താണ്.
ഒരു സംശയവുമില്ല. അതുപോലെ ഈ സ്കൂളിൽ നിന്നുള്ള പ്രഷറുണ്ട്. പല ഇത്തരം കുറേ ഈ ബ്രോയിലർ സ്കൂളുകളുണ്ട്. അവർക്ക് ഈ പേരൻസൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ ടെൻഷനെല്ലാം കൂടെ പേരൻസിൻ്റെ തലയിലോട്ടിടും. ഇത് പേരൻസ് കൊണ്ടുവന്ന് കുട്ടിയുടെ തലയിലോട്ടിടും. ഇതാകെ കൂടെ ഒരു കലാപത്തിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോവുക. നമ്മൾ നമ്മുടെ ഒരു ഇമോഷണൽ സർക്കിളിനകത്ത് കുഞ്ഞിനെ നിർത്തണം. എപ്പോഴും അവരുമായിട്ട് നല്ല ബന്ധങ്ങൾ, നല്ല റിലേഷൻഷിപ്പ്, നല്ല സംഭാഷണമൊക്കെ ഉള്ള ഒരു ലെവലിൽ നമ്മൾ കുട്ടിയെ നിർത്തിയാൽ അത്തരം കുട്ടികൾ മോശമായി പോകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഈ അക്കാഡമിക് ഓറിയൻറ്റഡ് ആയിട്ടും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടും ഒക്കെയാണ് നിങ്ങൾ കുട്ടികളെ വളർത്തുന്നതെങ്കിൽ ഇതൊരു ടെക്നിക്കൽ പാരൻറ്റിംഗ് ആണ്. അവിടെ ഒരു ജീവനില്ല. അവിടെ കുഞ്ഞുങ്ങൾ വളരെ നിലവാരമില്ലാത്തവരായി പോകാനൊക്കെ സാധ്യതയുണ്ട്. വേറൊരു കേസ് ഞാൻ ഈ അടുത്തിടയിൽ സംസാരിച്ചത് ഈ ഒരുപാട് കേസുകൾ അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ അത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ സിംഗിൾ പേരൻറ്റും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളെ വളർത്തുന്ന പേരൻറ്റും ഒക്കെ ഉണ്ട്. അവർ പ്രത്യേകിച്ച് സ്ത്രീകൾ, അമ്മമാർ, അവർ ഒറ്റയ്ക്കൊക്കെ മക്കളെ വളർത്തുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയാണ്. ഈ ടീനേജിലേക്ക് കുട്ടികൾ വരുമ്പോൾ ഈ സമൂഹത്തിലൊക്കെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. എൻ്റെ കുഞ്ഞും അങ്ങനെയൊക്കെ ആയി പോകുമോ? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എല്ലാ അടുത്ത ഓരോ ദിവസവും കേൾക്കുന്ന അത്തരം കേസുകളാണ്. നല്ല വീട്ടിലെ കുട്ടികളൊക്കെ തന്നെ ഈ കഞ്ചാവിലും ഒക്കെ ചെന്ന് പെടുന്നു, ഡ്രഗ്സിലൊക്കെ പോയി വീഴുന്നു, അവർ വയലൻസിലേക്ക് പോകുന്നു, മോശപ്പെട്ട കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നു. ഇതൊക്കെ നിരന്തരമായി കേൾക്കുന്ന അമ്മമാരിൽ, പേരൻസിലൊക്കെ വലിയ ഒരു ഫിയർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് സർക്കാരൊക്കെ വളരെ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു ഫിയറോടുകൂടിയാണ് കുട്ടികളെ ഈ സമൂഹത്തിൽ വളർത്തുന്നതെങ്കിൽ ആ കുട്ടികൾക്കൊക്കെ ഒത്തിരി ദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ രൂപപ്പെടുത്തി എടുക്കുന്ന ഒരു തലമുറയുടെ ക്വാളിറ്റി കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സോഷ്യൽ ഫിയർ കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. മാധ്യമങ്ങൾക്കൊക്കെ ഇതിൽ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. കണ്ട കടച്ചാണി എല്ലായിടത്തും മാധ്യമങ്ങളിലൂടെ തിരിച്ചും മറിച്ചും തിരിച്ചും എല്ലാം അങ്ങ് വിശകലനം ചെയ്ത് അങ്ങ് പരത്തി അങ്ങ് പരിപാടികൾ അവതരിപ്പിക്കുക. ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ മനുഷ്യൻ്റെ തലച്ചോറിനകത്തേക്ക് കുത്തി നിറയ്ക്കുകയാണ്. ഇത് വലിയ രോഗാതുരമായൊരവസ്ഥയാണ്. പക്ഷേ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എന്ത് പേടിക്കുന്നോ അത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് അമിതമായി പേടിച്ച് കുഞ്ഞുങ്ങളെ വളർത്താതിരിക്കുക. പ്രത്യേകിച്ച് ടീനേജിലേക്കൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ആവശ്യമുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. എന്നാൽ അവരുടെ കാര്യത്തിൽ നമ്മൾ വേണ്ട കൺട്രോൾസ് നിലനിർത്തണം. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ പോകണം. അമിതമായി പേടിച്ച് നമ്മുടെ പേടിയെല്ലാം കൂടെ കുട്ടിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ കുട്ടികളുടെ ആത്മവിശ്വാസം കുറയുകയും മാത്രമല്ല അവരെ എപ്പോഴും ഇങ്ങനെ സംശയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് നമ്മളോട് അകൽച്ച ഉണ്ടാവുകയും നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ നിലവാരം കുറയുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പേടിയുള്ള പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു നല്ല കൗൺസിലറിനെയൊക്കെ കണ്ട് നിങ്ങളുടെ പേടിയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരിക. അതൊക്കെ ഒന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഒത്തിരി വ്യത്യാസം വരും. ഇപ്പം ഞാനൊക്കെ അങ്ങനെയുള്ള ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പേരൻസൊക്കെ അങ്ങനെ ഒരു സെഷനൊക്കെ കൈകാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവരിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരാറുണ്ട്. പക്ഷേ ഈ അത് വളരെ ആവശ്യമാണ്. കാരണം നമുക്കുള്ള പേടി അതൊരു നമ്മുടെ പ്രശ്നമാണ്, അല്ലാതെ അത് കുട്ടിയുടെ പ്രോബ്ലം അല്ല. ലോകത്തെല്ലായിടത്തും മോശമായിട്ടൊക്കെ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇതെല്ലാം ഇപ്പം അവിടെയും ഇവിടെയും നടക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു 0.5% താഴെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഈ 99% വെച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ വീട്ടിലെ കുട്ടിക്ക് ഒരു കുട്ടിക്ക് വേണ്ട രീതിയിൽ ആ കുട്ടിയെ വളർത്തുക. ഞാൻ ഇപ്പം ടീനേജിലൊക്കെ വരുന്ന കുട്ടികളുടെ പേരൻസിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കുട്ടികൾക്ക് നല്ല വാല്യൂസ് പറഞ്ഞു കൊടുക്കുക. ഡിസ്കഷൻസാണ് ആവശ്യം, ഉപദേശങ്ങളല്ല. അവരുമായിട്ടിരുന്ന് നല്ല വാല്യൂസൊക്കെ സംസാരിക്കുക. ഈ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് അവരും കേൾക്കുന്നുണ്ടല്ലോ, അവരും അറിയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവരും ഇതൊക്കെ അറിയണ്ടേ. പലപ്പോഴും ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പല കാര്യങ്ങളും കുട്ടികൾ അറിയുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അവരുമായിട്ട് ചർച്ച ചെയ്യും. മോന് ഇതിലെന്താണ് ചിന്തിക്കുന്നത്, അല്ലെ മോൾക്ക് ഈ ഒരു കാര്യത്തിൽ എന്താണ് പിന്നെ തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പോൾ നല്ലൊരു എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ തന്നെ പിന്നെ ട്രെയിനിൽ കോളേജിലേക്ക് പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് അവരുടെ ബാഗെല്ലാം ചെക്ക് ചെയ്തു. അപ്പം ഒരു അവന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരാളായതുകൊണ്ട് ഇച്ചിരി ആത്മാഭിമാനമൊക്കെ ശകലം കൂടി നിൽക്കുന്നത് കൊണ്ടും ആയിരിക്കാം അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല പോലീസിനെ കുറിച്ച്. വീട്ടിൽ വന്നിട്ട് വളരെ മോശമായിട്ട് ആ പോലീസുകാരനൊക്കെ ഇച്ചിരി എന്ത് തോന്നിവാസമാണ് കാണിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ സമാധാനമായിട്ടിരുന്ന് അവനോട് ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മോനെ ഇപ്പോൾ കേരളത്തിൽ മൊത്തമായിട്ട് ഭയങ്കരമായിട്ട് ഈ ഡ്രഗ്സിൻ്റെ ട്രാഫിക്കിംഗ് ഒക്കെ നടക്കുന്നത് കൊണ്ട് പോലീസ് അവരുടെ ഉത്തരവാദിത്തം ചെയ്യുന്നതാണ്. പോലീസിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. അവർക്കൊരു റെസ്റ്റും ഇല്ല. അവർ ഈ ദിവസങ്ങളിലൊക്കെ അമിതമായി ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് പോലീസിനെ റെസ്പെക്റ്റ് ചെയ്യാനും പോലീസിൻ്റെ ജോലിയെ നമ്മളും കൂടെ വേണ്ട വിധത്തിൽ സഹായിക്കാനും അവരെ മനസ്സിലാക്കാനും അതിനോട് സഹകരിക്കാനും ഒക്കെ നിങ്ങൾ ചെറുപ്പക്കാരൊക്കെ ശ്രമിക്കണം. കാരണം നിങ്ങൾക്കെല്ലാം ആ സാമൂഹിക ബോധം
ഉണ്ടാവണം. നിങ്ങളും ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം. അതിൽ നിങ്ങളുടെയും പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസ് കൊടുക്കണം എന്നും അവനോട് കുറേ നേരം ഇരുന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കത് മനസ്സിലാവുകയും പുള്ളിയുടെ ആ ദേഷ്യവും ആ ഇറിറ്റേഷനും മാറുകയും ചെയ്തു. അപ്പം നമ്മള് സമയമെടുത്ത് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ കുറേ ഉപദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഗുണവും ചെയ്യില്ല. അവരെ ഒരു അഡൽട്ടായിട്ട് തന്നെ സ്വീകരിച്ചുകൊണ്ട് അവരോട് അവരുടെ നിലയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് നമ്മളൊന്ന് താഴ്ന്നു വന്ന് സമാധാനത്തോടെ അവരോട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവരും ആ തരത്തിൽ ഉയർന്നു വരും. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് നമ്മുടെ പേടി കാരണം അവരെ കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത് ഒരു സൊല്യൂഷൻ അല്ല. നേരെ മറിച്ച് അവരെ എക്വിപ്പ് ചെയ്ത് നല്ല വാല്യൂസും നല്ല സ്കിൽസും നല്ല ആറ്റിറ്റ്യൂഡും അതുപോലെ നല്ല കൾച്ചറും ഒക്കെ കൊടുത്ത് അത്യാവശ്യം എന്തൊക്കെയാണ് അച്ചടക്കം, സാമൂഹിക അച്ചടക്കം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് അവരെ പുറത്ത് പോകാനും പുറത്ത് ജീവിക്കാനും ഒക്കെ സഹായിക്കണം. മാത്രമല്ല ഇത്തരം ഫ്രണ്ട്ഷിപ്പൊക്കെ വളരെ ആവശ്യമുള്ളൊരു കാലമാണ് ഈ ടീനേജ്. ഫ്രണ്ട്ഷിപ്പൊക്കെ അവർക്കുണ്ടാവണം. പക്ഷേ എന്താണ് നല്ല ഫ്രണ്ട്ഷിപ്പ്? പെൺകുട്ടികളുടെ തന്നെ കാര്യം എടുക്കാം. പല പെൺകുട്ടികളും ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ഇമോഷണൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സ്വന്തമായിട്ട് അക്കൗണ്ടൊക്കെ തുടങ്ങുന്നു. അതുപോലെ ആ കുട്ടികളൊക്കെ പിന്നെ ഭയങ്കരമായിട്ട് ഫിസിക്കലി അടുത്ത് ഇടപഴകുന്നു. ഒത്തിരി ഇമോഷണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നു. ഇതൊക്കെ വലിയ അപകടമാണ്. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ ഇന്ന് സമൂഹത്തിൽ കാണുന്ന എല്ലാ അപകടങ്ങൾക്കും കാരണം ഇതാണ്. പെൺകുട്ടികളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഈ പ്രണയവും കാമവും ഭ്രാന്തും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. അത് വ്യത്യാസം തിരിച്ചറിയണമെങ്കിൽ ആദ്യം കുറച്ച് കാലം ഒരാളോടൊരു ഇഷ്ടം തോന്നിയാൽ പോലും അതൊരിക്കലും ഉടനെയൊന്നും പറയാതിരിക്കുക. നല്ലൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ കണ്ടിന്യൂ ചെയ്യുക. നമുക്ക് നല്ല ഉറപ്പും അതുപോലെ തന്നെ വളരെ പിന്നെ കോൺഫിഡൻസും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്കൊക്കെ പോവുള്ളൂ. അതൊക്കെ കഴിവതും ഒരു 10-20 വയസ്സിന് ശേഷമാവുന്നതാണ് നല്ലത്. കാരണം ഈ ചെറിയ പ്രായത്തിലൊക്കെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെ അപക്വമായി പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം ഇതൊക്കെ കുട്ടികളോട് ഇരുന്ന് സംസാരിച്ചു കൊടുക്കുക. അല്ലാതെ നീ അങ്ങോട്ട് നോക്കരുത്, നീ ഇങ്ങോട്ട് നോക്കരുത് എന്നൊക്കെ പറഞ്ഞു വിട്ടാൽ അതൊക്കെ കറക്റ്റ് നമ്മൾ എന്താണോ പേടിക്കുന്നത് അത് തന്നെ സംഭവിച്ചിരിക്കുക. അത് പല കേസുകളിലും കണ്ടിട്ടുള്ളത് കൊണ്ട് പറയുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒറ്റയ്ക്കൊക്കെ കുട്ടികളെ വളർത്തുന്ന പേരൻസിനെ ഒക്കെ സമൂഹത്തിലും എല്ലാവരും ഒന്ന് സഹായിക്കാനൊക്കെ ശ്രമിക്കുക. അല്ലെ അവരെ അവർക്ക് കൂടുതൽ കുഴപ്പങ്ങളുണ്ടാക്കാനും അവരെക്കുറിച്ച് കുറ്റം പറയാനൊന്നും അല്ല ശ്രമിക്കേണ്ടത്. നമ്മൾ സഹോദരങ്ങളും അടുത്തുള്ളവരും ബന്ധുക്കളും ചർച്ചക്കാരുമൊക്കെ അവരുടെ പ്രയാസങ്ങളൊന്ന് മനസ്സിലാക്കി ആ കോൺഫിഡൻസൊക്കെ അവർക്ക് കൊടുക്കാൻ എല്ലാവരുമൊക്കെ ഒന്ന് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും. വേറൊരു വിഷയം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കണ്ടൊരു കാര്യം ഈ ഒറ്റ മക്കളെ വളർത്തുന്ന പേരൻസാണ്. ഈ ഒറ്റ മക്കളെ വളർത്തുന്ന പേരൻസ് പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവർ ഒരു കുഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര പോഷായിട്ടുള്ള സ്കൂളിലൊക്കെ കൊണ്ടുവിടുക. ഈ ഭയങ്കര പോഷായിട്ടുള്ള പല സ്കൂളുകളും ഒരു ബ്രോയിലർ ചിക്കൻ സെൻ്ററാണ്. അത് പ്രധാനമായിട്ടും മനസ്സിലാക്കണം. ഈ ഭയങ്കര പോഷ് എന്ന് പറയുമ്പോൾ കുട്ടിയെ അനങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല. പറ്റുമെങ്കിൽ കൺവെയർ ബെൽറ്റിൽ കൊണ്ടുപോയി ക്ലാസ്സിനകത്ത് ഇരുത്തി കൊടുക്കാൻ വരെ സംവിധാനമുള്ള സ്കൂളുകളാണ്. ഒരു പ്രയോജനവും ഇല്ല അങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ കുട്ടികളെ വളർത്തുന്നത്. സ്കൂളിൽ കിട്ടേണ്ടത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ജീവിക്കാൻ പഠിപ്പിക്കുക, സെക്കൻഡ് അവരുടെ അക്കാഡമിക്കലി അവരെ ഉയർത്തുക. അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോകുന്നതാണ് നല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇപ്പോൾ ജീവിതത്തിന് വേണ്ടി ഒരു കുട്ടിയെ ഒരുക്കുന്നില്ലെങ്കിൽ അതൊരു വിദ്യാഭ്യാസമേ അല്ല. പേരൻസ് പ്രത്യേകിച്ച് ഒറ്റ കുട്ടികളെയൊക്കെ വളർത്തുന്ന പേരൻസ് ഒരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച് കുട്ടിയെ വളർത്തിയാൽ അത് അവസാനം ഒരു മണവും ഗുണവും ഇല്ലാത്ത കുട്ടിയായി മാറാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ ഈ അമിതമായ പിന്നെ ഓവർ സ്കൂളിംഗ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഓവർ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സ്കൂളുകളിലൊക്കെ കുട്ടികളെ വിടാതിരിക്കുന്നതാണ് നല്ലത്. ഇൻ്റർനാഷണൽ എന്നൊക്കെ എഴുതി കണ്ടുകൊണ്ട് അത് ഇൻ്റർനാഷണൽ ഒന്നും ആവണമെന്നില്ല. ഇൻ്റർനാഷണൽ ഒന്നും സ്കൂളുകൾ ഇങ്ങനെയേ അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ വലിയ ഒരു പ്രവണത ഇപ്പോൾ കാണുന്നത് ഈ കുട്ടിയെ സ്കൂളിലൊക്കെ വിട്ടാൽ ചീത്തയായി പോകുമെന്നും പറഞ്ഞ് ഹോം സ്കൂളിംഗ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ അങ്ങനെ ഒത്തിരി കുട്ടികളുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒറ്റ കുട്ടിയെ സംബന്ധിച്ച് അതിന് സോഷ്യലൈസിങ്ങും ഫ്രണ്ട്ഷിപ്പും ഇൻ്റർപേഴ്സണൽ സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെ ഒരുപാട് വളരേണ്ടതായിട്ടുണ്ട്. അതിനുള്ള അവസരങ്ങളും കുറവായതുകൊണ്ട് ഒരു ജനറൽ സ്കൂളിംഗ് ആണ് അത്തരം കുട്ടികൾക്ക് ഏറ്റവും നല്ലത്. അത് കൊടുക്കാതിരിക്കുമ്പോൾ ആ ബാധ്യത പേരൻസിനാണ്. ആ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കണം. കാരണം ഇല്ലെങ്കിൽ കുട്ടിക്ക് ഒരുപാട് കുറവുകളോടെ കുട്ടി ഫിനിഷ് ചെയ്യപ്പെടും. അപ്പോൾ ഇതൊക്കെ വളരെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഈ ഓവർ പേരൻറ്റിങ് ഒരു ഗുണവും ചെയ്യില്ല. ഒറ്റ കുട്ടിയെ ഉള്ളെങ്കിൽ ഞാൻ എപ്പോഴും
എപ്പോഴും പേരൻസിനോട് പറയുന്നൊരു കാര്യമാണ്. ഒരു കുട്ടിയുള്ളെങ്കിൽ ഒരു 4 കുട്ടിയുണ്ടെന്ന് ചിന്തിക്കുക. കാരണം ഈ കുട്ടിയെ മാത്രം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ആ കുട്ടിക്ക് ശ്വാസം വിടാൻ പറ്റില്ല, ആ കുട്ടിക്ക് വളരാൻ പറ്റില്ല, ആ കുട്ടിയുടെ ജീവിതം തന്നെ നിലവാരം കുറഞ്ഞതായി പോകും. അതുകൊണ്ട് ഒരു 4 കുട്ടിയുണ്ടെങ്കിൽ എങ്ങനെയാണ്? അത്രയും സമയം ആ കുട്ടിക്ക് കൊടുത്താൽ മതി. പഠിക്കാനൊക്കെ ഒരു 6-ാം ക്ലാസ്, 7-ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴേ ഒറ്റയ്ക്ക് അതിനെ പഠിക്കാനൊക്കെയുള്ള കഴിവ് കൊടുക്കുക. പിന്നെ ഒരു കുട്ടിയേ ഉള്ളെന്നും പറഞ്ഞ് അതിനെ ഇപ്പോൾ ഡോക്ടറാക്കി കളയാമെന്നും പറഞ്ഞ് അമിതമായി ആ കുട്ടിയെ പ്രഷറൈസൊക്കെ ചെയ്യാതിരിക്കുക. പിന്നെ ആവശ്യത്തിന് ഫ്രണ്ട്ഷിപ്പ് കൊടുക്കുക, ഇന്റർപേഴ്സണൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, കളികൾ, പ്രത്യേകിച്ച് കളികളും മറ്റുമൊക്കെ. കാരണം ഈ ഒറ്റക്കുട്ടി ആദ്യ കുട്ടി ഒറ്റക്കുട്ടിയൊക്കെ ഇച്ചിരി ഇമോഷണലി കുറവ് ആയിട്ട് വരാൻ സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ അവർക്ക് കളികളും കലകളും പ്രവർത്തനങ്ങളും ആക്ടിവിറ്റീസും ഒക്കെ കൂടണം. കാരണം അവരിൽ ഹാപ്പി ഹോർമോൺസൊക്കെ കൂടുതൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല ആക്റ്റീവായിട്ട് അവരെ വളർത്താനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പിന്നെ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ പേരൻസിന് വരുമ്പോൾ കുട്ടിയല്ല അവിടുത്തെ കാര്യം. പേരൻസിന് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഒരു ഡൗട്ടൊക്കെ വരുമ്പോൾ ഒരു കൺസൾട്ടേഷനൊക്കെ എടുക്കുക. ഇതൊക്കെ പറഞ്ഞു തരാൻ കഴിയുന്ന ആൾക്കാരുമായിട്ട് ഒരു കൺസൾട്ടേഷനൊക്കെ എടുക്കുക. ആഫ്റ്റർ ഓൾ നമ്മളെല്ലാം വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നു. പക്ഷെ നല്ല ഒരു പാരൻറ്റിങ്ങിനെ പറ്റിയുള്ള ഒരു ഐഡിയ, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഐഡിയയൊക്കെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെ സമീപിച്ചാൽ കുട്ടികൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. പല വീടുകളിലും കാണുന്നൊരു കാര്യം, ഈ അപ്പന്മാർ പലരും കുട്ടികളുടെ കാര്യത്തിൽ തീരെ റെസ്പോൺസിബിലിറ്റി ഇല്ല, കുട്ടികളോട് നല്ല കമ്മ്യൂണിക്കേഷനും ഇല്ല. എന്നാൽ ഒരു നല്ല ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലറിനെയോ ഒരു തെറാപ്പിസ്റ്റിനെയോ ഒന്നും കാണാൻ ഒരിക്കലും തയ്യാറാവത്തുമില്ല. ഇതിൻ്റെ കാരണം എല്ലാം ഒന്ന് തന്നെയാണ്, അവരുടെയും മെൻ്റൽ ഹെൽത്ത് കുറഞ്ഞു നിൽക്കുകയാണ്. മെൻ്റൽ ഹെൽത്ത് കുറയും തോറും അല്ലെങ്കിൽ അവർക്ക് പേഴ്സണാലിറ്റിയിലൊക്കെ ഇഷ്യൂസ് ഉള്ളിടത്തോളം അവരാരെയും കാണാൻ തയ്യാറാവില്ല. അവരെല്ലാത്തിലും ഒരു ഈഗോ ഡിഫെൻസ് കാണിക്കും. ഇത് ഈ അങ്ങനെയുള്ളവരുടെ മക്കൾക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. നിങ്ങളുടെ കുട്ടികൾ നല്ലവരായും മിടുക്കരായിട്ടൊക്കെ വരണമെങ്കിൽ നമ്മുടെ ഈഗോയൊക്കെ മാറ്റി വെച്ച് നമ്മൾ താഴോട്ട് ഇറങ്ങി വന്ന് കാര്യങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും വേണമെങ്കിൽ നമ്മളിൽ ചില ചേഞ്ചസ് ഒക്കെ വരുത്താനും കുട്ടിക്കനുസരിച്ചാണ് നമ്മുടെ പേരൻറ്റിങ് രൂപപ്പെടുന്നത്. അല്ല പേരൻറ്റിങ് എന്നും പറഞ്ഞൊരു പ്രത്യേക ഒരു 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 പിന്നെ മാനുവലും കൈ പിടിച്ചുകൊണ്ട് നിന്നാലൊന്നും കുട്ടി നേരെ ആവില്ല. കുട്ടിയുടെ ആവശ്യങ്ങൾ എന്താണ്, കുട്ടിയുടെ അവസ്ഥ എന്താണ്, അതനുസരിച്ച് കുട്ടിയിൽ എന്തെങ്കിലും സൈക്കോളജിക്കലായിട്ടോ ഇമോഷണലായിട്ടോ ഒക്കെ കുറവുകളുണ്ടെങ്കിൽ അതിനനുസരിച്ച് പേരൻറ്റ് നന്നായിട്ട് ഹോംവർക്ക് ചെയ്യേണ്ടി വരും. എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ അത് അറിയാവുന്നവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത തലമുറ വലിയ ചലഞ്ചുള്ളൊരു ലോകത്തിലേക്കാണ് പോകുന്നത്. ഞാൻ ഇന്നിപ്പോൾ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യായിരുന്നു. അവിടെ കേട്ട ഒരു കാര്യം, ഏകദേശം 1.5 കോടി കുട്ടികളാണ് ഓരോ വർഷവും ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങുന്നത്. എന്നാൽ ഒരു 10 ലക്ഷം പേർക്ക് ജോലി കൊടുക്കാനുള്ള കപ്പാസിറ്റി ഈ രാജ്യത്തുള്ളൂ. കാരണം ഈ രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും യങ് ആയിട്ടുള്ള രാജ്യം. ഏകദേശം 28-29 വയസ്സാണ് നമ്മുടെ ഒരു മീൻ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറുപ്പക്കാരാണ് ഇവിടെ കൂടുതൽ. അപ്പോൾ ഇത്രയും ചെറുപ്പക്കാരുള്ള ഒരു രാജ്യത്ത് ഇറങ്ങുന്ന എല്ലാവരും തമ്മിൽ ഭയങ്കര പിന്നെ കോമ്പറ്റീഷനായിരിക്കും. വിദേശ രാജ്യത്തൊക്കെ പോയി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അതും ഇനി നടക്കാൻ പോകുന്നില്ല. ആ രാജ്യങ്ങളിലൊക്കെ ഇവിടത്തേക്കാളും പലതരത്തിലുള്ള ഇഷ്യൂസ് അവിടെയുണ്ട്. അപ്പം നമ്മുടെ രാജ്യത്ത് നമ്മൾ സർവൈവ് ചെയ്യാനും കോമ്പീറ്റൻ്റ് ആകാനും ഒക്കെ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭാവി ഉണ്ടാവില്ല. അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് പേരൻസ് കാണുന്ന കോമ്പറ്റീഷനേക്കാളും ഒക്കെ നാളെ അതിനേക്കാളും വലിയൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേൾഡിലായിരിക്കും അവർ ജീവിക്കേണ്ടി വരുന്നത്. ആ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പരീക്ഷ ജയിക്കുന്ന കോമ്പറ്റീഷൻ അല്ല, നേരെ മറിച്ച് ജീവിക്കുന്ന കോമ്പറ്റീഷനാണ്. നല്ല മെൻ്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും കോൺഫിഡൻസും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെ അവർക്കുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഈ രാജ്യത്ത് കാണും. ഒരു സംശയവുമില്ല. ജോലിയില്ലെങ്കിൽ അവർ സ്വന്തമായി എന്തെങ്കിലും തുടങ്ങിയായാലും അവർ ജീവിക്കും. കാരണം ഇത്രയും ജനങ്ങളുള്ള ഒരു രാജ്യത്തെ ഒരു ചെറിയ സേവനം പോലും നമ്മൾ ഓഫർ ചെയ്താൽ നമുക്ക് ജീവിക്കാനുള്ള വക കിട്ടും. അതുകൊണ്ട് അതിനെപ്പറ്റി ആരും പേടിക്കേണ്ട. പക്ഷേ നല്ല മാനസികാരോഗ്യവും നല്ല ഇമോഷണൽ ഹെൽത്തും നല്ല ഒരു സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാൻ പോലും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികളെ ഈ ഒരു സമ്പൂർണ്ണമായ സമഗ്രമായ വളർച്ചയ്ക്കുള്ള സാധ്യതകളെല്ലാം ഉണ്ടാക്കിക്കൊടുത്ത് അവരെ വളർത്തി കൊണ്ടുവന്നാൽ അവരെവിടെയാണെങ്കിലും സ്മാർട്ടായിട്ട് ജീവിച്ചോളും. എല്ലാ കുട്ടികൾക്കും ഒരു സാധ്യതയുണ്ട്. എല്ലാ കുട്ടികൾക്കും അതിനുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ ചെറിയ പ്രായത്തിലെ പേരൻറ്റിങ്ങിൽ അവരുടെ ബാല്യവും കൗമാരവും പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ, അതാണ് ഫൗണ്ടേഷണൽ ടൈം എന്ന് പറയുന്നത്. ആ ഫൗണ്ടേഷൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചാണ് പിന്നീടുള്ള അവരുടെ ഒരു എലിവേഷൻ പോസിബിൾ ആകുന്നത്. എല്ലാവർക്കും ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്താൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹാപ്പി ലിവിങ്. താങ്ക് യു.